ഞാൻ ഇന്ന് കാലത്ത് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ ഞാനിന്ന് കേട്ടു. അത് എനിക്കൊരു പുതിയ കഥയായിരുന്നു. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കഥ. ശരിക്കും അവിടുത്തെ മാത്രം പ്രത്യേകത അല്ല അത്. നമ്മുടെ നാട്ടിൽ ഉടനീളമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ കുറേ കഥകളുണ്ട്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങളുണ്ട്. അതായത് ആ പ്രദേശത്ത് താമസിച്ചിരുന്ന, പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന അസാധാരണ വ്യക്തികൾ, രാജാക്കന്മാര്, അങ്ങനെ ഒരുപാട് കഥകൾ പ്രചാരത്തിലുണ്ട്. അല്ല, അങ്ങനെയുള്ള കഥകൾ ഇങ്ങനെ ഒരുപാടുണ്ടെങ്കിൽ അതൊരു പുസ്തകമായിട്ട് നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിട്ടുള്ളൊരു കാര്യമല്ലേ? അത് ശരിക്കും ഒരു പുസ്തകമുണ്ട്. അതായത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഒരു ഐതിഹ്യമാല എന്നൊരു പുസ്തകമാണ് ഉള്ളത്. അതിൽ ഒരുപാട് കഥകളുണ്ട്. അതെല്ലാം തന്നെ ഈ കേട്ടുകേൾവിയാണ്. അതിലെ ചില പേരുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കായംകുളം കൊച്ചുണ്ണി, മറ്റേ ചെമ്പകശ്ശേരി രാജാവ്, കാക്കശ്ശേരി പട്ടതിരി, മുട്ടസമ്പൂരി, പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങൾ, വൈക്കം ക്ഷേത്രം, അങ്ങനെയുള്ള ഏറ്റുമാൻ ക്ഷേത്രം, അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട കഥകൾ ഒരുപാടുണ്ട്. നല്ല രസകരമായിട്ടുള്ള ഒരെണ്ണമാണ്. നമുക്കിപ്പോഴും അവൈലബിൾ ആണല്ലേ? അതെ. ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് വായിച്ച് കഥകളായിട്ട് അവരുടെ രീതിയിൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നല്ലൊരു പുസ്തകമാണ്. എല്ലാവരും മേടിച്ചു വെക്കേണ്ട പുസ്തകമാണ്. അതെ, എല്ലാവരും അപ്പോൾ അതിന് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.